അങ്ങനെ ഇന്ന് തേക്കടിയിൽ നിന്നും നേരെ കുമരകത്തേക്കാണ്. ഇപ്പോൾ രാവിലത്തെ കാഴ്ചയാണിത്. നല്ല മഞ്ഞായിരുന്നു. സമയം ഏകദേശം 6 മണിയായപ്പോഴാണ് ഈ വീഡിയോ എടുത്തത്. അങ്ങനെ ലഗേജൊക്കെ കയറ്റി ഞങ്ങളിനിയും കുമരകത്തേക്കാണ് പോകുന്നത്. ഇന്നലെ മുള്ളൻപന്നിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ വേറൊരു ഡ്രൈവർ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാനൊക്കെ അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, രാത്രിയായതുകൊണ്ട്. ഞാൻ അറിഞ്ഞു പോലുമില്ല, നല്ല ഉറക്കമായിരുന്നു. നല്ല മഞ്ഞായിരുന്നു കേട്ടോ, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ജാക്കറ്റൊക്കെ ഇട്ട് കിടന്നിട്ട് പോലും തണുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഹോട്ടൽ. ഇന്നലെ കണ്ട ഹോട്ടലാണ്. അങ്ങനെ മഞ്ഞ് മൂടിയ സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടിനകത്തൂടെയാണ് യാത്ര. പോകുന്ന വഴിക്കെല്ലാം നല്ല മഞ്ഞുണ്ടായിരുന്നു. കണ്ടോ, ഇതാണ്. ഒന്നും കാണാനേ പറ്റത്തില്ലായിരുന്നു. ചെറുതായിട്ടേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏകദേശം എൻട്രൻസ് എത്താറായി. അപ്പോൾ എൻട്രൻസിൽ ചെക്കൗട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് വേണം ഇറങ്ങാൻ. അവിടെ റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് ഇന്നലെ ബുക്ക് ചെയ്ത എലിഫൻറ്റ് സഫാരിക്കാണ് വന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തു. അവരുടെ ടിക്കറ്റൊക്കെ കൊടുത്തു വിട്ടു. അങ്ങനെ ഇതായിരുന്നു, ടസ്കറിലാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ ബുക്ക് ചെയ്തുകൊണ്ടാണ് കിട്ടിയത്. ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ നേരെ പോയി ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത് ആ കടയുടെ ഫ്രണ്ടിലത്തെ കാഴ്ച കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയായപ്പോഴാണ് ഈ കാഴ്ച. പോകുന്ന വഴിക്കെല്ലാം നല്ല മഞ്ഞായിരുന്നു. പിന്നെ അവരെന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആനപ്പുറത്ത് കയറുന്ന ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഇവിടെ ഒക്കെ വരുന്നത് 600 രൂപയാണ് കേട്ടോ. ലാസ്റ്റ് ആനയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. പിന്നെ ആശീർവാദം കൊടുക്കുന്നതിന് പാപ്പാൻ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെ അവരെ യാത്രയാക്കി ഞാൻ. അപ്പോൾ ഏകദേശം 10 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. എല്ലാം കൂടെ ഒരു 15 മിനിറ്റോളം എടുക്കും. എല്ലാം എന്നോട് അവർ ചോദിച്ചിട്ടാണ് പോയത് എത്ര മണിക്കൂറുണ്ടെന്ന്. ഞാൻ പറഞ്ഞ് 10-15 മിനിറ്റേ ഉള്ളെന്നാണ് പറഞ്ഞത്. അവർ ഒരു അരമണിക്കൂർ കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ടാണ് പോയത്. പക്ഷേ അവർ അരമണിക്കൂർ കൊടുത്തില്ല. നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കുള്ള സമയത്ത് അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വണ്ടി എടുത്തോട്ട് നടക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ചെമ്പരത്തി കേട്ടോ. ചെമ്പരത്തി ഇങ്ങനെ വളഞ്ഞ് അവരിങ്ങനെ വെച്ചേക്കുക. നല്ല ഭംഗിയല്ലേ കാണാൻ. പുറത്ത് മൊത്തം മഞ്ഞാണ് കേട്ടോ. ഇത് 1-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലമാണ്. 1-ാം മൈൽ. പിന്നെ ഞങ്ങളവിടെ നേരെ പോയി. ഏകദേശം കോട്ടയം അടുക്കാറായി. കോട്ടയം സിഗ്നലാണിത് കേട്ടോ. ഇനിയും ഏകദേശം ഒരു 14 കിലോമീറ്റർ ഉണ്ട്. ഇത് കുമരകത്തോട്ട് റൈറ്റിലോട്ട് പോയ കുമരകം, നേരെ പോയ ചങ്ങനാശ്ശേരിയൊക്കെയാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയ ബോട്ടിങ്ങിലാണ്. അപ്പോൾ അവർക്ക് ശിക്കാര ബോട്ടിങ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഹൗസ് ബോട്ടല്ലായിരുന്നു, അവർക്ക് ഹോട്ടലായിരുന്നു. KTDCയുടെ തേക്കടിയിലും KTDCയുടെ ഹോട്ടലായിരുന്നേ. അങ്ങനെ അവർ റേറ്റൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് അവർ പോവാണ്. അവരെ കയറ്റി വിട്ടിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാൻ. ഇവരുടെ കൂടെ പോയാൽ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഇവർ കപ്പലണ്ടിയൊക്കെയാണ് തിന്നുന്നത്. കൽക്കട്ടക്കാരാണ്. അപ്പോൾ അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചുള്ള ശീലമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറില്ല. അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് വേണം എനിക്ക് പോയി ഫുഡ് കഴിക്കാൻ. അല്ലെങ്കിൽ ഫുഡ് പാളിപ്പോവും. വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ വേറൊരു ചേട്ടനെയാണ് ആദ്യം വിളിച്ചത്. പിന്നെ ഞാൻ നേരെ ഹോട്ടലിൽ പോയി. അവിടെ ചോറും മീൻകറി ഉണ്ടായിരുന്നു. ചോറും മീൻകറിയൊക്കെ കഴിച്ച് നേരെ ഇനിയും ഹോട്ടലിലേക്കാണ് പോകേണ്ടത്. ഇതാണ് KTDCയുടെ ഹോട്ടൽ കേട്ടോ. ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ ഒരു ചായ കുടിക്കാൻ പോയി. അങ്ങനെ ഇതായിരുന്നു ചായക്കട കേട്ടോ. ഞാൻ പിന്നെ ചായ കുടിച്ചൊരു പഴംപൊരിയും കഴിച്ചു. ഇനി നേരെ ഹോട്ടലിലേക്കാണ്. ഇനി ഹോട്ടലിൽ അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.